ഇന്ത്യയിൽ ഡയമണ്ട് ആകൃതിയിൽ പുറത്തിറങ്ങിയ സ്റ്റാമ്പ് ആരുടേതാണ്? ശ്രീനാരായണ ഗുരു, രാജാറാം മോഹൻ റോയ്, വില്യം ബെന്റിക്, നെല്ലിസൺ ഗുപ്ത. ഉത്തരം രാജാറാം മോഹൻ റോയ്. ചാണക്യൻ ഏത് സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു? നളന്ദ, തക്ഷശില, വിശ്വഭാരതി, മധുര. ഉത്തരം തക്ഷശില. ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരം, കാസർഗോഡ്. ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്തുള്ളത് ഏതാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കേരളം. ഉത്തരം ചെന്നൈ. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം? ജർമ്മനി, തുർക്കി, ഉക്രൈൻ, ഇറ്റലി. ഉത്തരം തുർക്കി. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം? ചൂലന്നൂർ, തട്ടേക്കാട്, അരിപ്പ, മയിലാടുംപാറ. ഉത്തരം ചൂലന്നൂർ. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്? അഡ്മിറൽ നെൽസൺ, വെല്ലൻസി പ്രഭു, മക്കാലെ പ്രഭു, വെല്ലിംഗ്ടൺ പ്രഭു. ഉത്തരം വെല്ലിംഗ്ടൺ പ്രഭു. താഴെ പറയുന്നവയിൽ ഏത് പ്രദേശമാണ് അറബികൾ ആദ്യമായി കീഴടക്കിയത്? കത്തിയവാർ, മാൾവ, പഞ്ചാബ്, സിന്ധ്. ഉത്തരം സിന്ധ്. അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയത്? 2005, 2008, 2012, 2015. ഉത്തരം 2015. ശുദ്ധജലത്തിന്റെ pH മൂല്യം? 5, 7, 12, 14. ഉത്തരം 7. ലോക തണ്ണീർത്തട ദിനം ജനുവരി 4, ഫെബ്രുവരി 2, മാർച്ച് 22, മെയ് 15. ഉത്തരം ഫെബ്രുവരി 2. ഒരു അർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകളുടെ എണ്ണം? 180, 90, 89, 91. ഉത്തരം 90. ജീവികളെ വിവിധ ഗ്രൂപ്പുകളായി ക്രമീകരിച്ചിരിക്കുന്നതിനെ വിളിക്കുന്നത്? ടാക്സോണമി, ആഗ്രോണമി, പാലന്റോളജി, പരിസ്ഥിതി ശാസ്ത്രം. ഉത്തരം ടാക്സോണമി. ഏത് സമയത്ത് നഖം വെട്ടിയാൽ കടം കയറി മുടിയും? രാവിലെ, ഉച്ചക്ക്, രാത്രി, സന്ധ്യ. ഉത്തരം സന്ധ്യ. റയോൺ വ്യവസായത്തിന് ആവശ്യമായ സസ്യം? തെങ്ങ്, കവുങ്ങ്, മുള, ചന്ദനം. ഉത്തരം മുള. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.